യുദ്ധത്തിൽ ഇറാനാണ് ജയിക്കുന്നതെന്ന് ഇന്ത്യൻ പട്ടാളത്തിൽ ബ്രിഗേഡിയർ ആയിരുന്ന ശ്രീ മോഹനൻ പിള്ള കൗതുകമുള്ള ഒരു അനാലിസിസ് ആണിത്. അതുകൊണ്ടാണ് ഇതിൽ വീഡിയോ ചെയ്യാൻ തീരുമാനിച്ചത്. എന്റെ അഭിപ്രായത്തിൽ യുദ്ധത്തിൽ എല്ലാവരും പരാജയപ്പെടുകയാണ്. അമേരിക്കയും പരാജയപ്പെടുകയാണ്, ഇസ്രായേലും പരാജയപ്പെടുകയാണ്, ഇറാനും പരാജയപ്പെടുകയാണ്, ലോകവും പരാജയപ്പെടുകയാണ്. കാര്യം ആൾക്കാർ മരിക്കുന്നു, ഒരുപാട് സാമ്പത്തിക നഷ്ടം ഉണ്ടാകുന്നു, ഒരുപാട് കെട്ടിടങ്ങൾ തകരുന്നു, ചിലരുടെ ജീവിതങ്ങൾ എന്നേക്കുമായി ഇല്ലാതാകുന്നു, അവരുടെ കുടുംബാംഗങ്ങൾക്ക് ഒരു ആയുഷ്കാല വേദന ഉണ്ടാകും. ഇതെല്ലാവരും പരാജയപ്പെടുന്ന യുദ്ധമാണെന്നാണ് എന്റെ അനാലിസിസ്. പക്ഷേ ബ്രിഗേഡിയർ മോഹനൻ പിള്ളയുടെ അനാലിസിസ് വളരെ കൗതുകമുള്ളതാണ്. അതുകൊണ്ട് ബ്രിഗേഡിയർ മോഹനൻ പിള്ളയുടെ അനാലിസിസ്, പ്രത്യേകിച്ച് അദ്ദേഹം പട്ടാളക്കാരൻ കൂടിയാണ്, ഒരു ഇന്ത്യൻ പട്ടാളത്തിൽ ബ്രിഗേഡിയറായി വർക്ക് ചെയ്യുന്ന അദ്ദേഹത്തിന്റെ അനാലിസിസ് അതുകൊണ്ട് തന്നെയാണ് പ്രസക്തം. ഈ യുദ്ധത്തിൽ ജയിച്ചത് ഇറാൻ ആണെന്നാണ് ബ്രിഗേഡിയർ മോഹനൻ പിള്ള പറയുന്നത്. അത് എന്തുകൊണ്ടാണെന്ന് നമുക്ക് നോക്കാം. ഒരു കാര്യത്തിൽ ആശ്വാസം, കേരളത്തിലെ മുഖ്യധാരാ മാധ്യമങ്ങളെല്ലാം ഒരുപക്ഷെ ഈ യുദ്ധത്തിന് അനുകൂലമായ സമീപനമല്ല സ്വീകരിച്ചത് എന്നുള്ളതാണ്. ന്യൂസ് 18 അടക്കം, ശ്രീ മഞ്ജുഷ് അടക്കം ഉള്ള പ്രമുഖ മാധ്യമ പ്രവർത്തകർ ന്യൂസ് 18 എടുത്തു പറയുന്നത് കുറച്ചെങ്കിലും റൈറ്റിലോട്ട് ലീൻ ചെയ്യുന്ന, അല്ലെങ്കിൽ റൈറ്റിൽ ലീൻ ചെയ്ത് നിൽക്കുന്നവരുടെ സെന്റിമെന്റ്സ് കാര്യമായി പരിഗണിക്കുകയും അത് ഹൈലൈറ്റ് ചെയ്ത് കൊടുക്കുകയും ചെയ്യുന്ന ഒരു ചാനലാണ് ന്യൂസ് 18. അപ്പൊ ന്യൂസ് 18 ബ്രിഗേഡിയർ മോഹനൻ പിള്ള പറഞ്ഞത് അതുകൊണ്ട് തന്നെ പ്രസക്തമാണ്. യുദ്ധം അവസാനിപ്പിക്കണം എന്ന് അമേരിക്കയിൽ ഇപ്പോൾ ട്രംപിനെതിരെ അങ്ങനെ ഒരു വികാരം ഉയരുന്നുമുണ്ട്. അതിനാൽ തന്നെ ഞങ്ങൾ ഉദ്ദേശിച്ച ലക്ഷ്യങ്ങൾ പൂർത്തീകരിച്ചു, ഇനി തടിയൂരാം എന്ന രീതിയിലേക്ക് വരുന്നതായാണോ കാണുന്നത്? മഞ്ജുഷ്, നമ്മൾ എല്ലായ്പ്പോഴും പറയുന്നത് പോലെ ഈ യുദ്ധത്തില് ആര് ജയിച്ചു ആത്യന്തികമായിട്ട് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഇറാനാണ് അപ്പർ എഡ്ജ്. US വിജയിച്ചോ എന്ന് ചോദിച്ചാൽ US വിജയിച്ചിട്ടില്ല. ഇറാൻ ജയിച്ചു എന്ന് പറയാനുള്ള കാരണം അവരുടെ സർവൈവലിന് വേണ്ടിയുള്ള വാറാണ്. അതുകൊണ്ട് അവർക്ക് അത് സർവൈവ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവർ വിജയിച്ചു എന്നാണ് അതിനർത്ഥം. കാരണം ടോട്ടലി ഇറാഡിക്കേറ്റ് ചെയ്യും എന്നുള്ള രീതിയിലാണ്, അല്ലെങ്കിൽ റെജീം ചേഞ്ച് ചെയ്യും എന്നുള്ള രീതിയിലാണ് യുഎസിന്റെ ഈ അറ്റാക്ക് വന്നിട്ടുള്ളത്. യുഎസിന്റെയും ഇസ്രായേലിന്റെയും സ്റ്റേറ്റഡ് ഒബ്ജക്റ്റീവ്, അഥവാ എല്ലാ യുദ്ധങ്ങൾക്കും ഒരു സ്റ്റേറ്റഡ് ആയ ഒബ്ജക്റ്റീവ് ഉണ്ട്. അത് ഖമേനിയെ കൊല്ലുക എന്നുള്ളത് മാത്രമല്ല, അവിടുത്തെ റെജീം ചേഞ്ച്. 1979 ഇസ്ലാമിക വിപ്ലവം സംഭവിച്ചതിന് ശേഷം അവിടെ ഉണ്ടായിരുന്ന ഭരണം, റെജീം ചേഞ്ച് അല്ലെങ്കിൽ റെജീമിനെ ചേഞ്ച് ചെയ്യുകയും ഒന്നെങ്കിൽ പഴയ പോലെ ഇറാന്റെ രാജകുടുംബത്തെ കൊണ്ടുവരിക, അല്ലെങ്കിൽ മറ്റൊരു സംവിധാനം ഉണ്ടാക്കുക തുടങ്ങിയതാണ് അമേരിക്കയുടെ പ്രധാന ലക്ഷ്യം. ആ ലക്ഷ്യത്തിലേക്ക് എത്താനുള്ള മറ്റു മാർഗങ്ങളാണ് കാര്യങ്ങളെല്ലാം. സ്ട്രാറ്റജി എന്ന് പറഞ്ഞാൽ ലോങ് ടേം സ്ട്രാറ്റജി, അവിടെ ഒരു റെജീം ചേഞ്ച് ആണ്. അതിനുവേണ്ടിയുള്ള ടാക്ടിക്സ് പലതുണ്ടാകും. ഇതിൽ യുഎസിന്റെ അറ്റാക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് നോട്ട് ഡയറക്ട്ലി യുഎസ് അറ്റാക്ക്, ഓഫ് കോഴ്സ് ഇറ്റ് ഈസ് ഇസ്രായേൽസ് അറ്റാക്ക്. അത് വളരെ ക്ലിയർ ആകണം നമുക്ക്. ഇത് യഥാർത്ഥത്തിൽ ഇസ്രായേൽ ഇറാൻ യുദ്ധമാണ്. അത് അമേരിക്കയിൽ തന്നെ സെനറ്റിൽ വളരെ വ്യക്തമായി പറഞ്ഞതുപോലെ ഇസ്രായേൽ ആക്രമിക്കാൻ തീരുമാനിച്ചു, അമേരിക്ക കൂടെ ചേർന്നാണ്. അതിനുശേഷം ട്രംപ് കള്ളം പറയുകയാണ്, ഞങ്ങൾ അമേരിക്കയെ ഇറാൻകാർ ആക്രമിക്കാൻ ശ്രമിക്കുമെന്നൊക്കെ. പച്ചക്കള്ളമാണ്. ട്രംപിന് കള്ളം പറയുന്നതിന് ഒന്നാമത് മടിയില്ലെന്ന് നമുക്കെല്ലാം അറിയാം. അദ്ദേഹം കള്ളം പറയുകയാണ്, അദ്ദേഹത്തിനും അമേരിക്കക്കാർക്കും എല്ലാവർക്കും അറിയാം. അതുകൊണ്ട് അതൊരു പുതിയ കാര്യമല്ല. അപ്പം ഇസ്രയേലിന്റെ ഈ അറ്റാക്ക് ആ ഒരു വൺ സൈഡഡ് എന്നുള്ള രീതിയിലുള്ള അവരുടെ ഫയർ പവർ കൊണ്ട്, അല്ലാന്നുണ്ടെങ്കിൽ മിലിറ്ററി സുപ്പീരിയോറിറ്റി കൊണ്ട് ഒരു അപ്പർ എഡ്ജ് ഓൺ എയർ, ബട്ട് ടിൽ സച്ച് ടൈം ബൂട്ട്സ് ഓൺ ഗ്രൗണ്ട് വരുന്നത് വരെ, അതായത് കാലാൾപ്പട വരുന്നത് വരെയും ഒരു കാരണവശാലും ഒരു ഏരിയ അല്ലെങ്കിൽ അക്വയർ ചെയ്തു എന്ന് പറയാൻ പറ്റില്ല. ഇത് തന്നെയാണ് GD ബക്ഷി. അദ്ദേഹം അറിയപ്പെടുന്ന തീവ്ര വലതുപക്ഷക്കാരനാണ്. GD ബക്ഷി ആയിട്ടുള്ള ജനറൽ ബക്ഷി സാർ, എനിക്ക് വ്യക്തിപരമായി അറിയുന്ന ആളാണ്. ബക്ഷി സാർ പോലും വളരെ ബാലൻസ്ഡ് ആയ, സെൻട്രിസ്റ്റ് ആയ സ്റ്റാൻഡ് പറയുകയും യഥാർത്ഥത്തിൽ ബൂട്ട്സ് ഓൺ ഗ്രൗണ്ട് വരികയും ഇറാനിൽ റെജീം ചേഞ്ച് വന്നില്ലെങ്കിൽ യഥാർത്ഥത്തിൽ അത് ഇറാന്റെ വിജയമാണ്, വേറൊന്നും കൊണ്ടല്ല. ഇറാനിലെ റെജീം ചേഞ്ച് എന്നുള്ളതാണ് അമേരിക്കയുടെ ഒബ്ജക്റ്റീവ്. അതിനെ സർവൈവ് ചെയ്ത് കഴിഞ്ഞാൽ അത് ഇറാന്റെ വിജയമായി. ഇതിനകത്ത് ഇപ്പൊ ഏറ്റവും ആദ്യം തന്നെ പ്രധാനമായിട്ട് 2 അല്ലെ 3 കാര്യങ്ങൾ നമ്മൾ കാണുന്നത്. ഇത് ഒന്നാമത് ഞാൻ പറഞ്ഞു, ഇത് ആഫ്റ്റർ ഇറാൻ വിജയിച്ചു എന്ന് പറയാൻ പറ്റില്ല, എന്നാൽ ഇറാൻ തോറ്റു എന്ന് പറയാൻ പറ്റില്ല. യുഎസിനെ സംബന്ധിച്ചിടത്തോളം ഇന്ന് വരെ കണ്ടിട്ടില്ലാത്ത രീതിയിലുള്ള ഒരു നാണംകെട്ട വിഡ്രോവലായിരിക്കും യുഎസിന് ഈ കാര്യത്തിൽ നടക്കാൻ പോകുന്നത്. മൂന്നാമത് പ്രധാനമായിട്ടുള്ളത്, ഈ യുദ്ധത്തിന് ശേഷം അല്ലെങ്കിൽ ഈ കോൺഫ്ലിക്റ്റിന് ശേഷം ജിയോ പൊളിറ്റിക്കൽ സെറ്റപ്പ് ടോട്ടലി ചേഞ്ച് ആകും. അത് എന്നേക്കുമായി നല്ല രീതിയിൽ അറിയാം. ട്രംപിന് തിരിച്ചടിയാകും. ഒറ്റ കാരണം അതിന് കാരണത്തിലോട്ട് വരുന്നത് കാര്യം, ചൈന ഈ ഏരിയയിൽ ഒരു ലീഡിങ് റോൾ എടുക്കുന്നു എന്നുള്ളത് വളരെ സ്പഷ്ടമാണ്. ആ രീതിയിലോട്ടാണ് കാര്യങ്ങൾ പോകുന്നത്. ചൈന ലീഡിങ് റോൾ എടുക്കുന്നു. ആ ഒരു രീതിയിൽ കാര്യങ്ങൾ വരുമ്പോൾ ഓഫ് കോഴ്സ് മിഡിൽ ഈസ്റ്റില്
നമുക്കറിയാം 22-ൽ പിന്നെ ഒരു ചൈന സൗദി അറേബ്യയുമായിട്ട് ഡീൽ ഉണ്ടാക്കിയിരുന്നു. ചൈന ഒരു ഇമ്പോർട്ടന്റ് റോൾ, നമ്മൾ ആരും ചർച്ച ചെയ്യാതെ വിട്ടിട്ടുള്ള ഒരു കാര്യമാണ്. ചൈനയും ഈവൻ സൗദിയെയും റഷ്യയും യോജിപ്പിക്കാനായിട്ട് ഒരിക്കലും പെർമനന്റ് റൈവലറി ആയിരുന്ന അവരെ ഷെയ്ക്ക് ഹാൻഡ് ചെയ്യിപ്പിക്കാനുള്ള ഒരു റോൾ വഹിച്ചത് ചൈനയാണ്. അപ്പം ചൈനയെ സംബന്ധിച്ചിടത്തോളം ഇതില് US-ന്റെ സൈഡിൽ നിന്നുള്ള അല്ലെ വെനസ്വേലയിൽ നിന്നുള്ള ഓയിൽ കട്ട് ചെയ്തപ്പോൾ തീർച്ചയായിട്ടും മോർ ആൻഡ് മോർ കോൺസെൻട്രേറ്റ് ചെയ്യേണ്ടത് ഇവിടെയാണ്. ഇത് ഓയിലിന്റെ കളി കൂടെയാണ്, അല്ലാതെ അന്താരാഷ്ട്ര തലത്തിൽ ജനാധിപത്യം വളർത്താനോ തീവ്രവാദ വിരുദ്ധ യുദ്ധമൊന്നുമല്ല. അറിഞ്ഞിരിക്കണം, വെനിസ്വേലയും ഇറാനും സൗദി അറേബ്യയുമാണ് ലോകത്ത് ഏറ്റവും കൂടുതൽ എണ്ണയുള്ള സ്ഥലം. ആ എണ്ണ പിടിക്കാനുള്ള യുദ്ധമാണ്, നമ്മൾ ആരും മറന്നുപോകരുത്. അല്ലാതെ ജനാധിപത്യം, വനിതാ സുരക്ഷ, സ്ത്രീകളുടെ അവകാശങ്ങൾ, ഇതിനു വേണ്ടിയാണ് പോരാട്ടം എന്നൊന്നും ആരും വിചാരിക്കരുത്. അതാണ് ഞാൻ എല്ലായ്പ്പോഴും വായിച്ചെടുക്കുന്നത്. ഇതാണ് ചൈന നമ്മൾ അറിയാത്ത രീതിയിലുള്ള അണ്ടർഗ്രൗണ്ട് പ്ലേയിങ് ആണ് നടത്തുന്നത്. ചൈന ഒരു പവർ ബാലൻസിൽ ചൈന ഈസ് ഗോയിങ് ടു ബി മോർ സുപ്പീരിയർ ദാൻ US എന്നുള്ള ഒരു കൺസെപ്റ്റിലോട്ട് എത്താനുള്ള ഒരു വാറായിരിക്കും ഇത് എന്നാണ് നമുക്ക് ഇപ്പോൾ ഏറ്റവും ഒടുവിൽ യൂറോപ്യൻ യൂണിയന്റേതായിട്ടുള്ള ഒരു പ്രതികരണം വന്നിട്ടുണ്ട്. യൂറോപ്യൻ യൂണിയന്റെ അധ്യക്ഷന്റെ പ്രതികരണമാണ് വന്നത്. ഈ യുദ്ധത്തിൽ വിജയിച്ചിരിക്കുന്നത് റഷ്യയാണെന്നാണ്. മറ്റൊരു രീതിയിൽ ഉള്ള ഒരു വ്യാഖ്യാനമാണല്ലോ ഇപ്പോൾ എണ്ണ. അതായത് റഷ്യക്ക് കൂടുതൽ എണ്ണ വിൽക്കാനുള്ള അവസരം കിട്ടും, ഉക്രൈനെതിരെ കൂടുതൽ ആക്രമണം നടത്താൻ റഷ്യക്ക് അവസരം കിട്ടും. ട്രംപിന്റെ മണ്ടത്തരങ്ങൾ കാരണം യഥാർത്ഥത്തിൽ അമേരിക്കയുടെ കാഴ്ചപ്പാടുകൾ നോക്കിയാൽ അമേരിക്കയുടെ എതിർചേരിയിൽ നിൽക്കുന്ന ആൾക്കാർ കൂടുതൽ ശക്തി പ്രാപിക്കും. അമേരിക്കയുടെയും ഇസ്രായേലിന്റെയും ഈ എടുത്തുചാട്ടം കാരണം, അല്ലെങ്കിൽ തെറ്റായ നടപടികളും നയങ്ങളും കാരണം യൂറോപ്യൻ യൂണിയന്റെ ആ ഒരു പ്രതികരണം വന്നിരിക്കുന്നത്. കാരണം ഇത് ബേസിക്കലി പെട്രോ ഡോളർ വാറാണ്. ബേസിക്കലി യു നോ ദാറ്റ് ഇതൊരു പെട്രോ ഡോളർ വാറാണ്, അതാണ് സത്യം. അപ്പം ട്രംപിനെ സംബന്ധിച്ചിടത്തോളം റഷ്യയിൽ നിന്ന് ആരും ഓയിൽ വാങ്ങരുതെന്ന്, റഷ്യയെ ഡീസ്റ്റബിലൈസ് ചെയ്യുക എന്നുള്ള ഒരൊറ്റ ഉദ്ദേശത്തോടെ ഉദ്ദേശിച്ചു വെച്ചിരുന്ന ആ ഒരു ഉദ്ദേശം പൂർത്തീകരിക്കാൻ കഴിഞ്ഞില്ല. അതാണല്ലോ ഇന്ത്യയോട് പറഞ്ഞത്, റഷ്യയിൽ നിന്ന് ഓയിൽ വാങ്ങരുത്. ഈ പെട്രോ ഡോളർ സിസ്റ്റമാണ്. മഞ്ജുഷ, ഒറ്റ കാര്യം, വർഷങ്ങള് 50 വർഷത്തോളമായില്ലേ, എന്താണ് ഈ US-ന്റെ സക്സസ് സീക്രട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഓയിൽ ട്രേഡ് ആണ്. ഈ ഓയിൽ ട്രേഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഓയിൽ വാങ്ങുന്നത് ഏത് രാജ്യമാണെങ്കിലും അത് ഡോളറിനാണ്. അപ്പൊ ഡോളർ വാങ്ങിക്കണോ, ഓയിൽ വാങ്ങിക്കണമെന്നുണ്ടെങ്കിൽ അമേരിക്കൻ ഡോളർ ആദ്യം വാങ്ങണം, അത് സ്റ്റോർ ചെയ്യണം, എന്നിട്ട് എക്സ്ചേഞ്ച്. ഈ ഓയിലുമായിട്ടുള്ള ഡീൽ ഡോളറുമായിട്ടേ പറ്റത്തുള്ളൂ. അപ്പോൾ തീർച്ചയായിട്ടും അമേരിക്ക ഈ ഓയിൽ കൊണ്ട് അപ്പർ ഹാൻഡ് ഓൺ ദാറ്റ് ഇക്കണോമിക് സൈഡ്. അവിടെയാണ് ഈ പ്രശ്നം അമേരിക്ക ഇനി നേരിടാൻ പോകുന്നത്. കാര്യം ഇന്നുവരേക്കും ഒരു അപ്രമാദിത്യം ഉണ്ടായിരുന്നു US ഡോളറിന്, അത് റെഡ്യൂസ് ആകാൻ പോകുന്നു. ഇതാണ് ഇതിനകത്ത് ഇൻ ബിറ്റ്വീൻ കൂട്ടി വായിക്കേണ്ടതാണ്. ട്രംപ് ഉദ്ദേശിച്ചത് എന്താണ്? വെനിസ്വേല കിട്ടി, ഓയിൽ റിച്ച്. ഇനിയുള്ള ഓയിൽ ഏരിയ എന്ന് പറയുന്നത് ഗൾഫ് കൺട്രീസ് ആണ്, GCC കൺട്രീസ് ആണ്. അവിടെ ഒരു അപ്രമാദിത്വത്തോട് കിട്ടിക്കഴിഞ്ഞാൽ ലോകത്തിന് ട്രംപ് കൊടുക്കുന്ന ട്യൂൺ അനുസരിച്ചിട്ട് ലോകരാജ്യങ്ങളെ ഡാൻസ് ചെയ്യിപ്പിക്കാമെന്നൊരു ഉദ്ദേശം അദ്ദേഹത്തിനുണ്ടായിരുന്നു. പക്ഷെ അത് നടക്കുന്നില്ല. പദ്ധതി പാടേ പാളി എന്ന് നമ്മൾ പറയേണ്ടി വരും. അതാണ് അതിന്റെ സത്യം. ഇനി ഒരു കാര്യം കൂടെ, ട്രംപിന് പക്ഷെ ഒരു ഗുണമുണ്ട്. ആ ഗുണം എന്താ അറിയാമോ? വേറെ ഏതെങ്കിലും അമേരിക്കൻ പ്രസിഡന്റ് ആയിരുന്നെങ്കിൽ യഥാർത്ഥത്തിൽ ഈ പോരാട്ടം ഞങ്ങൾ സ്ത്രീകളുടെ വിമോചനത്തിന് വേണ്ടിയാണ്, ഇറാനിലെ പാവപ്പെട്ട സ്ത്രീകൾക്ക് അവകാശം കിട്ടാൻ വേണ്ടിയാണ് ഞങ്ങൾ പോരാടുന്നതെന്നൊക്കെ പറയായിരുന്നു. ട്രംപ് കുറച്ചുകൂടെ ഡയറക്റ്റ് ആണ് ആ കാര്യത്തിൽ. വെനിസ്വേലയിൽ ജനാധിപത്യം പുനഃസ്ഥാപിക്കാൻ വേണ്ടി ഞങ്ങൾ പോരാടുന്നു എന്നൊന്നും പറയുന്നില്ല. വെനിസ്വേലയുടെ എണ്ണ ഞങ്ങൾ നിയന്ത്രിക്കുമെന്ന് പറയാൻ ഉള്ള അറ്റ്ലീസ്റ്റ് ഓണസ്റ്റി കാണിക്കുന്നു. യഥാർത്ഥത്തിൽ കേരളവും ലോകവും എല്ലാം ഇത്തരം ഏത് അധിനിവേശ യുദ്ധങ്ങളാണെങ്കിലും, അത് ഇപ്പോ എന്താ പറയണേ, ഗസയിൽ നടക്കുന്നതാണെങ്കിലും സുഡാനിൽ നടക്കുന്നതാണെങ്കിലും, സുഡാനിൽ അനറബികളായ ആൾക്കാരെയാണ് പലപ്പോഴും ആക്രമിക്കുന്നത്, അതാണെങ്കിലും, അല്ലെങ്കിൽ റഷ്യ ഉക്രൈൻ ആണെങ്കിലും, ലോകത്ത് യുദ്ധങ്ങൾ ഇല്ലാതാകണം, സമാധാനം ഉണ്ടാകണം. സമാധാനവാദികളായി നമുക്ക് മുമ്പോട്ട് പോകാൻ കഴിയുന്നതാണ് ലോകത്തിന് ഏറ്റവും നല്ലത് എന്നുള്ള സത്യവും തത്വവും ഓർപ്പിച്ചുകൊണ്ട് ജയ് ഹിന്ദ്.